അപ്പൊ ട്രെയിൻ അത് ഇനി അപ്പൊ വേറെ ദർശനമുണ്ടോ? യെസ്. എന്താണ് അതിന്റെ ഇഷ്യൂ എന്ന് കേൾപ്പെട്ടാൽ എന്റെ ഒരു അഭിപ്രായം കൂടെ പറയും. ഇവർ തമ്മിലുള്ള തല്ലുപിടുത്തം ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ അറിയാൻ പറ്റും. എന്താണ് ഇവർ തമ്മിലുള്ള തല്ലുപിടുത്തം? അബ്രഹാം എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചു ഇന്നത്തെ പലസ്തീൻ. അദ്ദേഹത്തിന് 2 ഭാര്യമാർ. ഒന്നിന്റെ പേര് സാറ, ഒന്നിന്റെ പേര് ഹാഗർ അല്ലെങ്കിൽ ഹജറ. ഈ ഹാജറായെ വിടുന്ന് പുറത്താക്കിയാണ്. രണ്ടാമത്തെ പേരത്തെ പുറത്താക്കാൻ നോക്കുമല്ലോ മറ്റുള്ളൂ. അതിനെ പുറത്താക്കിയപ്പോൾ അത് വന്നിട്ട് സൗദി അറേബ്യയിൽ വന്നു മകനെ ഇസ്മായിൽ. എന്നിട്ട് അവിടെ കയബം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അബ്രഹാമിന്റെ പേര്. ആ പള്ളിയാണ് കയബം. അതിൽ നിന്ന് ഒരു പ്രവാചകനും പിന്നെ ഉണ്ടായില്ല. എത്രയോ കാലഘട്ടങ്ങളായി പ്രവാചകന്മാരുണ്ടായില്ല. പ്രവാചകന്മാരുണ്ടായത് സാറയുടെ വംശത്തിലാണ്. അതാണ് അതിൽ പെട്ടതാണ് എല്ലാ പ്രവാചകന്മാരും. നമ്മൾ അപ് ടു ജീസസ് ഓഫ് നാസറത്ത് വരെ, ഇൻക്ലൂഡിംഗ് പ്രോബബ്ലി ജീസസ് ഓഫ് നാസറത്ത് ഉള്ള എല്ലാ പ്രവാചകന്മാരും വഴിക്ക് കൂടെ പോകണം. ഇവർ പുറത്തെടുക്കുന്നത് നമ്മുടെ അതിസൂദരന്മാരെന്ന് പറയും. ഞങ്ങൾ OBC കോട്ടക്കന്മാർ, അല്ലെങ്കിൽ നമ്മുടെ SC/ST കോട്ടന്മാർ, ഇങ്ങനെ ഒരു ടീം കിടക്കും. അവർക്കൊന്നും കിട്ടുന്നില്ല. പക്ഷെ അവരുടെ പൂർവികരെ ഇടക്കിടക്ക് ഓർമ്മ പറയും. അപ്പൊ ജൂതന്മാർ പറഞ്ഞ പോലെ ഇതിലെ ജൂതന്മാരുടെ ദൈവമാണ്. മനുഷ്യരാശിയുമായിട്ട് അതിന് ബന്ധമില്ല. ഈ ദൈവവും ജൂതന്മാരായിട്ട് ബന്ധവും. ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ ചോസൺ പീപ്പിൾ, ചോസൺ ലാൻഡ്. അതാണ് കനായ ദേശം. അതാണ് ഇന്നത്തെ പലസ്തീൻ. അതാണ് ഇന്നത്തെ തർക്കങ്ങൾക്ക് കാരണം. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു കുടുംബ തർക്കമാണ് ഈ പലസ്തീൻ തർക്കത്തിനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള തർക്കം. അല്ലാതെ വേറെ അതിനപ്പുറത്തൊന്നുമില്ല. കാരണം ദൈവം ഒന്നാണല്ലോ, പ്രവാചകന്മാരൊന്നാണല്ലോ, മലക്കുകളൊന്നാണല്ലോ. ഇവരെല്ലാം മലക്കുകൾക്കൊന്നാണ്. സെയിം. ഗബ്രീലായാലും ഇസ്രായേലായാലും എല്ലാം ഒരേ സെറ്റപ്പിലുള്ളതാണ്. അപ്പൊ പിന്നീട് അപ്പോഴാണ് നമ്മൾ ഇവരിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നത് ദൈവത്തെ. അത് നമ്മുടെ നമ്പൂരിമാരമായിരുന്നു, ബ്രാഹ്മണന്മാര് ദൈവത്തെ ഒതുക്കി കൈകൊള്ളുന്നത് ആ കാലഘട്ടം. അപ്പോഴാണ് ജീസസ് ഓഫ് നാസറത്ത്. അദ്ദേഹമാണ് ആദ്യത്തെ പ്രീച്ചർ ലോകത്ത് പറഞ്ഞത്. എന്താണ്? ദൈവം ഒന്നാണ്, എല്ലാവർക്കും ഉള്ളതാണ്. ജൂതമതത്തിൽപ്പെട്ടവരല്ല, അത് ഞങ്ങൾക്കുള്ളതാണോ? ഇദ്ദേഹമാണ് പറഞ്ഞത് എല്ലാവർക്കും ഉള്ളതാണ്, സാൽവേഷൻ ഓഫ് മാൻകൈൻഡ്, മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ഇത് പ്രീച്ച് ചെയ്യുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, എന്നിലോക്ക് വരൂ, അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ദൈവം വിളിക്കുന്നതാണ്. ആർക്കും വരാം, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, ആർക്കും ഇങ്ങോട്ട് വരാം എന്നുള്ള ആ ഒരു സന്ദേശമാണ് ക്രിസ്തു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം ആരും നൽകിയത്. കാരണം ബുദ്ധൻ നൽകിയ സന്ദേശം ദൈവം ഇല്ലാന്നാണ്. ബൗദ്ധ സന്ദേശം പറഞ്ഞിരിക്കുന്നത് ദൈവം ഇല്ലാന്നാണ്. ഇതങ്ങനെയല്ല, ദൈവം ഉണ്ടെന്നു. ആ ദൈവം എല്ലാവർക്കും ഉള്ളതാണ് ആണ് അദ്ദേഹം. അതാണ് ടീച്ചിങ്ങിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി. ഇനി ഞാൻ കടക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്തോ ഒരു ദർശനത്തിന് പ്രശ്നമുണ്ടല്ലോ. എന്താണ്? ഇസ്ലാം വന്നപ്പോൾ ആദ്യകാലത്തെ പലരും വിചാരിച്ചത് ഇതും ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. ചില ക്രിസ്ത്യാനികളും വിചാരിച്ചു അങ്ങനെയായിരിക്കും. പക്ഷെ എവിടെ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ 2 കാര്യത്തിലാണ് വലിയ പ്രശ്നം പറ്റിയത്. ഒന്ന്, അവസാന പ്രവാചകൻ ആ ഡേറ്റ് വരെ ക്രിസ്ത്യാനികൾ അംഗീകരിച്ചിട്ട് മുഹമ്മദ് പെട്ടെന്ന് മുമ്പ് തിരിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു പ്രവാചകനാണ്. അതോടുകൂടി കാര്യം പറയും. കാരണം മസീഹ എന്ന് പറയുമ്പോൾ അവസാനത്തെ പ്രവാചകനാണ്. അപ്പൊ ജൂതമത പ്രകാരം മസീഹ ഇനി വരാനിരിക്കുന്നു. ഇസ്ലാം മതപ്രകാരം അല്ല, ക്രിസ്ത്യൻ മതപ്രകാരം ജീസസ് നാസറത്താണ്. വേറെ ഒരുത്തരും കൂടെ വരും പുതിയതായിട്ട്. അതാണ് മുഹമ്മദ്. അത് അവർ അക്സെപ്റ്റ് ചെയ്തു. ഫസ്റ്റ് അഭിപ്രായ വ്യത്യാസം. രണ്ടാമത്തെ അഭിപ്രായ വ്യത്യാസം ട്രിനിറ്റി, അതായത് പൊസിഷൻ ഓഫ് ജീസസ് ഓഫ് നാസറത്ത്. ജീസസ് ഓഫ് നാസറത്തിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കാണാൻ ഇസ്ലാം ചെയ്യാറില്ല. ഇസ്ലാം വളരെ വ്യക്തമായിട്ട് സൂറത്തുൽ മറിയമിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞു കേൾക്കരുത്, ഞാൻ ഇസ്ലാം പറഞ്ഞു ഇയാളെ തീർച്ചയായിട്ടും ഈ ചാനലിലേക്ക് ഒരു സ്വഭാവമുണ്ട്. അപ്പൊ എല്ലോ അതൊക്കെ പറഞ്ഞു ഞാൻ വായിച്ചു. അപ്പോ ഇസ്ലാം പറയുന്നത്, ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഹൗ there is no three, there is only one. How there is no three, there is no one. അത്ര വാക്കുകൾ അത്ര മൂന്നായി. അതേമാതിരി തന്നെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഇസ്ലാമിക് ഗോഡ്, ക്രിസ്ത്യൻ ഗോഡ്, രണ്ടും ഒരേ ഗോഡാണ്. നമ്മുടെ തന്നെ സ്വഭാവങ്ങളൊക്കെ ചിലപ്പോൾ സ്വഭാവം വേറെ സ്വഭാവമായിരിക്കും. ക്രിസ്ത്യൻ ഗോഡ് പോലെ വളരെ ഒരു കൈൻഡ് ആൻഡ് വിട്ടുവീഴ്ച സ്വഭാവം. ഇതേ ഗോഡിന്റെ മറ്റേ രൂപമാണ് മൊസൈക്ക്. അതായത് മോസസിന്റെ ദൈവം എന്ന് പറയുന്ന ഒറിജിനൽ ദൈവം, അദ്ദേഹം വളരെ ടഫാണ്. ഞാൻ ഐ ഫോർ ഐ, ടൂത്ത് ഫോർ ടൂത്ത് എന്നാണ് മൊസൈക്ക് ലോ അനുസരിച്ച് ഒരു രക്ഷയിലായിരിക്കും. ഇസ്ലാമിൽ അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് മൊസൈക്ക് ലോ ആണ്. ഇസ്ലാമിൽ അങ്ങനെ വലിയൊരു ഒരു കണ്ടോളൻസ് ഒന്നുമില്ല. അല്ല, കണ്ടോൺ ചെയ്യുന്ന പരിപാടികളൊന്നുമില്ല. കണ്ടോളൻസ് അല്ല, കണ്ടോൾ ചെയ്യുന്ന പരിപാടികളല്ല. കണ്ടോളൻസ് ആണ് വളരെ കഴിച്ചതിന് ശേഷം.
അപ്പോ ഇസ്ലാമിക വ്യൂ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ അനുഭവിക്കും. ക്രിസ്ത്യൻ വ്യൂ പോയിന്റ് അതല്ല. Jesus of Nazareth is born to take upon to himself your sins. അതായത് കൈൻഡ്നെസ് ഒരു കൺസെപ്റ്റ്. അപ്പോ ആ രണ്ട് ഡിഫറൻസ്, അതുപോലെ ഡിഫറൻസ്, ഫിലോസഫിക്കൽ ഡിഫറൻസ് ഉണ്ട്. മറ്റുള്ള കാര്യങ്ങളിൽ വേറെ ഒരു ഫിലോസഫിക്കൽ ഡിഫറൻസ് ഉണ്ട്. ഒറിജിനൽ സിൻ, എല്ലാവരും പാപികളാണെന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അതാപോലെ ചുറ്റി കളിച്ചും പല പല കേസുകളിലും ചുറ്റി കളിച്ചും ഭൂമി കച്ചവടം നടത്തി പാപികളായി മാറും. നടത്തി പാപികളായി തീരുള്ളൂ. ജനിക്കുമ്പോൾ പരിശുദ്ധനാണ്. മുസ്ലിങ്ങൾ ജനിക്കുമ്പോൾ പരിശുദ്ധരാണ്. അവര് ഓരോരോ തോന്നിവാസം കാണിച്ച് പോയിന്റർ ആഡ് ചെയ്ത് അവസാനം അവരെ ശരിപ്പെടുത്തും. അതാണ് അതിന്റെ കൺസെപ്റ്റ്. മറ്റേതിൽ അങ്ങനെയല്ല കൺസെപ്റ്റ്. മറ്റേതിൽ ഒരു ഡിഫറെന്റ് കൺസെപ്റ്റ്. അപ്പോ അതേസമയം ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ? സ്വയംഭൂ, ഓൾമോസ്റ്റ് സ്വയംഭൂ എന്ന് പറയും. നമ്മുടെ സ്വയംഭൂ മാതിരിയാണ് ജീസസ്. അതായത് പിതാവില്ലാതെ ജനിച്ചു. അതിനെ ഇസ്ലാം വിശ്വസിക്കും, പിതാവില്ലാതെ ജനിച്ചു. പിന്നെ വരുന്ന ഏറ്റവും വലിയൊരു കൺസെപ്റ്റ്, രണ്ടുപേരും യോജിക്കുന്ന ജീസസിനെ പറ്റി, ദ മിറാക്കിൾസ് ഓഫ് ജീസസ്. ജീസസ് ലസാറസിനെ ഉയർത്തി നീച്ചതും അതുമായി തന്നെ വീഞ്ഞ് 1000 പേർക്ക് ഭക്ഷണം മുടങ്ങിയതൊക്കെ വീഞ്ഞ് സൃഷ്ടിച്ചു നടക്കുക ഇസ്ലാം അംഗീകരിക്കുന്നു. ഇത്തരത്തിലുള്ള മിറാക്കിൾസ് ഒക്കെ ചില പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ട്. ചില ഫോർ എക്സാമ്പിൾ മോസസ് വടിയെ പാമ്പിനെ വഴിയാക്കാൻ, വടിയെ പാമ്പാക്കാൻ, ഇതുവരെ തനിച്ചങ്ങളിൽ പുറത്താനുള്ള ഇത് അതേമാതിരി തന്നെ നൽകിയിട്ടുണ്ട് ജീസസ്. ഇത് ഇസ്ലാം അംഗീകരിക്കും.